13 വയസ്സുള്ള പെൺകുട്ടിയുടെ നിർദ്ദേശപ്രകാരം 17 വയസ്സുള്ള 3 പേർ നടത്തിയ ക്രൂരമായിരിക്കുന്ന കൊലപാതകം. ഇതിപ്പോഴും കേരളം വല്ലാത്ത രീതിയിൽ ചർച്ച ചെയ്യുന്നു. മറ്റ് സംസ്ഥാനങ്ങളും ഈ സംഭവം വലിയ രീതിയിലാണ് അന്വേഷിച്ചു വരുന്നത്. സംഭവം നടക്കുന്നത് നമ്മുടെ സാംസ്കാരിക കേരളത്തിലാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഹരിപ്പാട്ടാണ് തിങ്കളാഴ്ച ഈ ക്രൂരമായിരിക്കുന്ന കൊലപാതകം നടന്നത്. അതിൻ്റെ പ്രാഥമിക വിവരങ്ങളെല്ലാം മറ്റ് സംസ്ഥാനത്തെ തൊഴിലാളികളെ അന്വേഷിച്ചായിരുന്നു, അല്ലെങ്കിൽ അവരാണ് ഈ പ്രവൃത്തി ചെയ്തത് എന്ന തരത്തിലായിരുന്നു. സമഗ്രമായിരിക്കുന്ന അന്വേഷണം നടത്തിയ സമയത്താണ് 13കാരിയാണ് കൊട്ടേഷൻ നൽകിയത് 65 വയസ്സുകാരനെ കൊല ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന തിരിച്ചറിവുണ്ടാവുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഒരു ഭാഗത്ത് സജീവമായിട്ട് നടക്കുന്നു, മറ്റൊരു ഭാഗത്ത് ഇത്തരം കൊലപാതകങ്ങൾ വർദ്ധിച്ചു വരുന്നു. അത് കൗമാരക്കാരാണ് ഏറ്റവും കൂടുതൽ കൊല ചെയ്യുന്നത് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ എണ്ണം നോക്കിയാൽ എല്ലാ ദിവസവും കൂടിക്കൂടി വരുന്നു എന്നല്ലാതെ കുറവൊന്നും ഉണ്ടാവുന്നില്ല. മാത്രമല്ല 18 വയസ്സിൻ്റെ താഴെയാകുന്ന സമയത്ത് നിയമത്തിൽ ഇളവുണ്ടാകുന്നത് ഇത്തരം പ്രവൃത്തി ചെയ്യാൻ വേണ്ടി അവർക്ക് പ്രചോദനം നൽകുന്നോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. കൊലപാതകം ആര് ചെയ്താൽ അതിൽ പ്രായം നോക്കേണ്ട കേസൊന്നുമില്ല. അത് കൊലക്കുറ്റമായിട്ട് തന്നെ കേസ് ചാർജ് ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെ നിയമം മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കണം എന്ന കാര്യത്തിൽ സംശയമില്ല. 17 വയസ്സുകാർ കൊല ചെയ്താൽ അതിനൊരു ശിക്ഷ, 18 വയസ്സിൻ്റെ മേലെ ഉള്ള ഒരാൾ കൊല ചെയ്താൽ മറ്റൊരു ശിക്ഷ. അങ്ങനെയല്ല, ആരാണോ തെറ്റ് ചെയ്യുന്നത് ആ തെറ്റ് ചെയ്യുന്നതിന് തത്തുല്യമായിരിക്കുന്ന ശിക്ഷ നൽകൽ നിർബന്ധമാണ്. അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ഇനിയും ഉണ്ടാവാനുള്ള സാധ്യതയല്ലാതെ ഇതൊരിക്കലും കുറവ് വരാനുള്ള സാധ്യതയില്ല. മാത്രമല്ല അവിടെ ചിത്രങ്ങളും അവരുടെ വിവരങ്ങളും അവരുടെ അഡ്രസ്സുകളും അതൊക്കെ പരസ്യപ്പെടുത്തണം. ഇപ്പോൾ ഈ പ്രായപൂർത്തി ആവുന്നില്ല എന്നതുകൊണ്ട് രഹസ്യമാക്കി വെക്കുക എന്നുള്ളതും ഇത്തരം പ്രവൃത്തി ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നവർക്ക് വലിയ പ്രചോദനം ഉണ്ടാവും എന്ന് പല സംഭവങ്ങളും നമ്മൾക്ക് തന്നെ തെളിയിച്ചു തന്നതാണ്. ഹരിപ്പാടിന് സമീപം ആലപ്പുഴ കരുവാറ്റയിൽ എന്ന സ്ഥലത്താണ് 13 വയസ്സുകാരിയും 3 കൗമാരക്കാരും വൃദ്ധനെ കൊലപ്പെടുത്തിയത്. കൊല്ലപ്പെട്ടത് 65 വയസ്സുള്ള ശിവൻകുട്ടി ചെട്ടിയാർ എന്ന് പറയുന്ന ആളാണ്. ബൈക്കും ഐഫോണും വാങ്ങാൻ സ്വർണവും പണവും മോഷ്ടിക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം. സംഭവം ആഗസ്റ്റ് 15 രാത്രി കരുവാറ്റയിലെ വാടക വീട്ടിൽ വെച്ചാണ് കൊല നടന്നത് എന്ന് പോലീസ് റിപ്പോർട്ടിൽ കാണുന്നു. 13 വയസ്സുകാരി 8ാം ക്ലാസ്സിലും അവർ ഈ മരിക്കപ്പെട്ട ആളുടെ പേരക്കുട്ടിയുമാണ്. പദ്ധതി ആസൂത്രണം ചെയ്തത് ഈ പറയപ്പെട്ട 13 വയസ്സുകാരിയാണ്. 17 വയസ്സുകാരായ ആൺ സുഹൃത്തുക്കളും ആൺ സുഹൃത്തും മറ്റ് 2 കൂട്ടുകാരും ചേർന്നുകൊണ്ടാണ് ഈ പദ്ധതിയിൽ പങ്കെടുത്തത്, ഈ പരിപാടി ഒപ്പിച്ചത്. കൊലപാതകം വീഡിയോ കോളിലൂടെ ആൺകുട്ടികൾ ഈ പെൺകുട്ടിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ലൈവായിട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് എത്ര ആസൂത്രിതപരമായിട്ടാണ് ഈ കൊലപാതകം നടന്നത് എന്ന് അതിൽ നിന്ന് വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ക്രിമിനൽ സംഘമാണ് ഇത്തരം പ്രവൃത്തികൾ കൊട്ടേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ ശത്രുവിനെ കൃത്യമായ രീതിയിൽ ലൈവായിട്ട് കാണണം എന്നൊക്കെ പറയുന്നത് അപൂർവമായിട്ടാണ്. എന്നിട്ട് അത് കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നതിന് സാമ്യമായിരിക്കുന്ന രീതിയാണ് 13 വയസ്സുള്ള ഈ കുട്ടിക്ക് കൊല ചെയ്യപ്പെട്ട ആൾ ഈ ലൈവായിരിക്കുന്ന സംഭവം കാണിച്ചു കൊടുത്തു എന്നുള്ളത്. 8 പവനോ അല്ലെങ്കിൽ 8 പവനോ സ്വർണം ഇവിടുന്ന് കാണാതായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നു. മോഷ്ടിച്ച സ്വർണം വിറ്റ് പെൺകുട്ടി ഐഫോണും ആൺകുട്ടിയിലെ ഒരു സുഹൃത്തിന് മോട്ടോർ സൈക്കിളും വാങ്ങുകയായിരുന്നു ലക്ഷ്യം എന്നാണ് പുറത്തു വരുന്ന വിവരം. അന്വേഷണത്തിൽ പെൺകുട്ടിയുടെ മൊഴിയിൽ ഒരുപാട് വ്യത്യസ്തതയുണ്ടായിരുന്നു. യോജിപ്പില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ, പരസ്പരം ബന്ധമില്ലാത്തത് സംസാരിച്ചു എന്നതാണ് ഈ പെൺകുട്ടിയിലേക്ക് ഈ സംശയം ഉണ്ടാവാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം. അതിൽ നിന്ന് ഈ പെൺകുട്ടിയുടെ മൊഴിയിൽ നിന്ന് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ 3 ആൺകുട്ടികളുടെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വെച്ച് ഒരേ സമയം കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു. അവരിലും ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒരുപക്ഷെ അന്യസംസ്ഥാന തൊഴിലാളികളെ സംശയിച്ചിട്ടുണ്ട്, അവരല്ല എന്നുള്ളിടത്തേക്ക് കാര്യങ്ങൾ പോകുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ കൂടി പറയുന്നു, കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ ഈ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ സഹായം ചെയ്തിട്ടുണ്ടോ എന്ന് സംശയിക്കുന്ന രീതിയാണ് മരിച്ചു കിടക്കുന്ന പ്രതിയുടെ അല്ലെങ്കിൽ കൊല്ലാൻ വേണ്ടി ഉപയോഗിച്ച രീതി കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് മനസ്സിലായത് എന്നതുകൂടി ഈ റിപ്പോർട്ടിൻ്റെ അകത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നു. 4 പേരും പ്രായപൂർത്തിയാകാത്തവരാണ് ഇതിൽ കക്ഷി ചേർന്ന്. ഒന്ന് ഈ പെൺകുട്ടിയാണ്, രണ്ടാമത്തത് പെൺകുട്ടിയുടെ ആൺ സുഹൃത്താണ്, അടുത്തത് ഈ സുഹൃത്തിൻ്റെ സുഹൃത്തുക്കളാണ്. അങ്ങനെ 4 പേരും പ്രായപൂർത്തി ആകാത്തവരാണ്. പെൺകുട്ടി 1ാം പ്രതിയാക്കിയും ആൺ സുഹൃത്ത് 2ാം പ്രതിയാക്കിയാണ് കേസ് ചാർജ് ചെയ്തത്. ശിവൻകുട്ടിയുടെ കൈകാലുകൾ പിന്നിലേക്ക് കെട്ടിയ നിലയിൽ ക്രൂരമായി മർദ്ദിച്ച് ശ്വാസം മുട്ടിച്ച്
കഴുത്തിൽ കയറിട്ട് കൊലപ്പെടുത്തി എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. കൈകാലുകൾ വീട്ടിലെ ബെഡ്ഷീറ്റും തുണികളും ഉപയോഗിച്ച് കെട്ടി എന്നുള്ളതാണ്. ഇതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്. അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടുള്ള ഭാഗത്ത് പറയുന്നത് 2 കൈകൾ കെട്ടി 2 കാലിൻ്റെ ഇടയിലൂടെ പിറകോട്ടാക്കിയിട്ട് വളഞ്ഞിരിക്കുന്ന വല്ലാത്തൊരു ക്രൂരമായ രീതിയിലാണ് കാണാൻ വേണ്ടി സാധിച്ചത്. കൈയും കാലും കെട്ടി നല്ല കാല് കെട്ടി 2 കൈ കെട്ടി 2 കാലിൻ്റെ ഇടയിലൂടെ പിറകോട്ട് വെച്ചിട്ട് ആ തരത്തിലായിരുന്നു. അതായത് ഇതിപ്പോൾ ഇങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ ഈ അഫ്ഗാനിസ്ഥാനിലൊക്കെ ഈ ഭീകരവാദികൾ ചെയ്യുന്ന പ്രവർത്തനത്തിന് തത്തുല്യമായ രീതിയിലാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന് ചുരുക്കം. അങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ വേറെ വിഷയം. 13 8ാം ക്ലാസ് കുട്ടിയാണ്. 17 വയസ്സുള്ളവർ +2 പഠിക്കുന്ന കുട്ടിയാണ്. അത് കൗമാരപ്രായമാണ്. അപ്പോൾ പ്രായമുള്ള ആളുകൾക്ക് ഈ മുത്തച്ഛനെയൊക്കെ കൊല ചെയ്യണമെങ്കിൽ അതിന് അതിൻ്റേതായിരിക്കുന്ന എന്തെങ്കിലും ഒരു പ്രത്യേകമായിരിക്കുന്ന കഴിവുകളോ അല്ലെങ്കിൽ അതിന് പ്രത്യേകമായിരിക്കുന്ന പ്രാക്ടിക്കൽ ലഭിച്ച ആളുകളുടെ ഉപദേശമോ ഒരുപക്ഷെ കിട്ടിയിട്ടുണ്ടാവും. അല്ലാതെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റുമോ? സിനിമകളിലെ സ്വാധീനം അവരെ വല്ലാത്ത രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അത് ഏത് സിനിമയിലേത്താണ് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വലിയ അന്വേഷണം നടക്കുകയാണ്. വീട്, സമയം, ഇരകൾ ഒറ്റക്ക് നിൽക്കുന്ന അതിൻ്റെ സമയം കണക്കാക്കുന്നു. പുറത്ത് നിന്ന് ആളുകൾ വരാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നു. അഥവാ വന്നു പോയതല്ല, കൃത്യമായ ആസൂത്രണത്തോടു കൂടി ചെയ്തതാണ് എന്ന് ചുരുക്കം. ശനിയാഴ്ച വൈകുന്നേരം കാണാതായി എന്നാണ് പറയപ്പെടുന്നത്. ശനിയാഴ്ച വൈകുന്നേര സമയങ്ങളിലെല്ലാം പുറത്ത് നടക്കുന്നതായി കണ്ട വിവരങ്ങളൊക്കെ ഇവർ അയൽവാസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് എന്നെല്ലാം. പിന്നീടാണ് കാണാതാവുന്നു. തിങ്കളാഴ്ച രാവിലെ വാതിൽ തുറക്കാതായ സമയത്താണ്, വാടക വീടാണ്, ഇവിടേക്ക് അയൽവാസിയെ ഈ പെൺകുട്ടി തന്നെ വിളിച്ച് വിവരം അറിയിക്കുന്നത്. മുത്തച്ഛൻ തുറക്കുന്നില്ല എന്നൊക്കെ. അങ്ങനെ മുൻവശത്തെ വാതിൽ തുറക്കാൻ പറ്റാതായ സമയത്ത് പിറകുവശത്തെ അടുക്കള വാതിൽ ചവിട്ടി പൊളിച്ചൊക്കാൻ അകത്ത് കയറിയത് എന്ന് പറയുന്നു. ആ സമയത്താണ് ഇങ്ങനെ ഇദ്ദേഹം മരിച്ചു കിടക്കുന്ന രംഗം കണ്ട് ആ സമയത്ത് ഈ കുട്ടി വല്ലാത്ത രീതിയിൽ വെപ്രാളപ്പെട്ട് കരഞ്ഞു എന്നൊക്കെ പറയാൻ വേണ്ടി സാധിക്കുന്നു. വിവസ്ത്രധാരയായിട്ടാണ് അയാളെ കാണാൻ വേണ്ടി സാധിച്ചത്. തലക്ക് അടിയേറ്റിട്ടുണ്ട്. ഒരു ഈ പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന കൊലപാതകമൊന്നും അല്ല എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിലെ വിഷയം പറയുന്നത് കുട്ടിയുടെ കൈവശത്തിൽ നിന്ന് ഫോൺ പിടിച്ചെടുക്കാൻ വേണ്ടി സാധിച്ചു. ആ ഫോണിൽ ഇവരെ വിളിച്ചതും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ രീതിയിൽ, അതായത് ഗൂഗിൾ മാപ്പ് നൽകിയത് പോലും ഉണ്ട് എന്നുള്ളതാണ്. കാര്യം ഒരിക്കൽ പോലും ഈ പെൺകുട്ടിയെ പിടികൂടുകയില്ല എന്ന് കുട്ടി വിശ്വസിച്ചിട്ടുണ്ടാവാം. മാത്രമല്ല, മുത്തച്ഛൻ മരിച്ചു കിടക്കുന്ന സമയത്ത് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് കുട്ടി വല്ലാത്ത രീതിയിൽ താല്പര്യം കാണിച്ചു. അപ്പോൾ നമ്മുടെ സാംസ്കാരിക കേരളത്തിന് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വല്ലാത്ത രീതിയിൽ പ്രയാസപ്പെടുന്ന രീതിയാണ്. സാമൂഹ്യമായിരിക്കുന്ന അന്തരീക്ഷ അവസ്ഥകൾക്കൊപ്പം വലിയ മാറ്റം വന്നിട്ടുണ്ട്. നമ്മൾ കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതിൽ നിന്ന് അപ്പുറമാണ് കുട്ടികളൊക്കെ ചിന്തിക്കുന്നത്, പ്രവർത്തിക്കുന്നത്. അതല്ലെങ്കിൽ അതിന് അനുപാതികമായിരിക്കും അല്ലെങ്കിൽ അനുബന്ധമായിരിക്കുന്ന മറ്റുള്ള എന്തെങ്കിലും പ്രവർത്തികളൊക്കെ ഇവർക്ക് സ്വാധീനമുണ്ടാക്കി കൊടുക്കുന്നത്. ഇതെല്ലാം വളരെ ശ്രദ്ധിക്കേണ്ട പ്രധാനമായിരിക്കുന്ന കാര്യമായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത് ചുരുക്കം. മാത്രമല്ല, ഇത് ആസൂത്രണം ചെയ്തത് ഒരു പെൺകുട്ടിയാണ് എന്നൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഒരാളെ ഈ കൊലക്ക് കൊടുക്കുക, അത് സാമ്പത്തിക നേട്ടമാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഐഫോൺ ഇതൊക്കെ വരുന്ന സമയം സാമ്പത്തിക വിഷയമാണല്ലോ വരുന്നത്. സാമ്പത്തിക ആവശ്യത്തിന് വേണ്ടിയിട്ട് ഏറ്റവും ഉറ്റവരെ പോലും കൊല ചെയ്യാൻ പാകത്തിൽ സാമൂഹികമായിരിക്കുന്ന അന്തരീക്ഷം മാറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നിസ്സാര വിഷയമൊന്നുമല്ല. ഇനിയിപ്പോൾ മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ട അത്തരം വിഷയങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരാണോ, അതും ഇതിൻ്റെ സ്വാധീനത്തിന് ഈ വിഷയത്തിന് ഇടപെടൽ നടത്തിയിട്ടുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇനിയിപ്പോൾ അടുത്ത ഘട്ടത്തിൽ അറിയാനുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ വളരെ കൃത്യമായ രീതിയിൽ ഒരു വലിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് തന്നെ നടന്നതാണ്. അത് ആസൂത്രണം ചെയ്തതാണ്, കൃത്യമാക്കിയതാണ്, ഓരോ പൈതും അടിച്ചതാണ്. അങ്ങനെ ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ ഈ കൊലപാതകം ചെയ്തവരുടെ മാനസികാവസ്ഥയും തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതാണ്. അങ്ങനെ വളരെ പെട്ടെന്ന് ചെയ്യാൻ അപൂർവമായിട്ടൊരു പക്ഷേ പലതും നടന്നു പോകാം. ഇതങ്ങനെ നടന്നു പോയതല്ല, കൃത്യമായിരിക്കുന്ന ആസൂത്രണത്തോടു കൂടി തന്നെ ചെയ്തു വെച്ച പ്രവൃത്തിയാണ് എന്നുള്ളത് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ ഇപ്പോൾ കേരളത്തിൽ ഒന്നൊക്കെയാണോ നടക്കുന്നത്? അല്ല. പല സംഭവങ്ങളും കൊലപാതകമല്ലാത്ത സംഭവങ്ങൾ പലതും നടക്കുന്ന സമയത്ത്
പുറത്ത് അറിഞ്ഞോളണമെന്നില്ല. അപൂർവമായിരിക്കുന്ന കൊലപാതകം നടക്കുന്ന സമയത്ത് മാത്രമാണ് റിപ്പോർട്ടായിട്ട് പുറത്ത് വരിക. അതല്ലാതെ അടികളും പിടികളും അല്ലെ കത്തിക്കുത്തും വെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പോലീസ് പോലും വരെ അറിഞ്ഞോളണമല്ല. പരാതി ഉണ്ടെങ്കിലല്ലേ അറിയൂ. പരാതി ഇല്ലാത്ത രീതിയിൽ ഒപ്പിക്കുന്ന അങ്ങനെ നൂറുകണക്കിന് സംഭവങ്ങളൊക്കെ കേരളത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇവിടെ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനമായിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ശിക്ഷയ്ക്ക് കാഠിന്യം കൂട്ടുകയും അതിന് പ്രായപൂർത്തിയായവർ പ്രായപൂർത്തിയാവാത്തവർ അങ്ങനെയൊന്നുമില്ല. കൊലപാതകം അല്ലെങ്കിൽ കുറ്റം ചെയ്യുന്നവർ എല്ലാവരും കുറ്റവാളിയാണ്, എത്ര പ്രായത്തിലാണെങ്കിലും. അതിനനുസരിച്ച് ശിക്ഷ നൽകിയിട്ടില്ലെങ്കിൽ ഇതൊക്കെ വർദ്ധിക്കുക എന്നല്ലാതെ ഇതൊരു നിയന്ത്രണം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല എന്നുള്ളത് മനസ്സിലാക്കണം. പ്രത്യേകിച്ച് നമ്മൾ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലും ഇസ്ലാമിക് രാജ്യങ്ങളിലൊക്കെ നോക്കുന്ന സമയത്ത് ഇത്ര സംഭവങ്ങളൊന്നും ഇല്ലല്ലോ, റിപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ. 16 വയസ്സുകാരിയായിരിക്കും അല്ലെങ്കിൽ 14 വയസ്സുള്ള ഒരാൾ കൊലപാതകം ചെയ്താലും അവിടെ ശിക്ഷ മുസ്ലിം രാജ്യങ്ങളിൽ ശിക്ഷ വധശിക്ഷ തന്നെയാണ്. 14 വയസ്സായതുകൊണ്ട് ഇളവ് അങ്ങനെയൊന്നുമില്ല. കൊലപാതകം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്, ചെയ്തത് ഇദ്ദേഹമാണോ എന്നുള്ളതുമാണ്. ആണെങ്കിൽ ശിക്ഷ അനുഭവിച്ചേ മതിയാവൂ എന്ന ഒരു നിയമവ്യവസ്ഥയുടെ തുടർച്ച ഇവിടെയും വേണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.